വ്യാപാരിയായ സാബുവിൻ്റെ മൃതദേഹമുണ്ട്. ഇന്നലെയാണ് സാബു ആത്മഹത്യ ചെയ്തത്. സാബു നിക്ഷേപത്തുക ആവശ്യപ്പെട്ട് ഇന്നലെ ബാങ്കിലേക്ക് എത്തിയിരുന്നു. പക്ഷെ അവിടെ നിന്നും അദ്ദേഹത്തിന് നല്ല അനുഭവമല്ല ഉണ്ടായത്. ഒന്ന്, പണം കിട്ടിയില്ലെന്ന് മാത്രവുമല്ല, അദ്ദേഹത്തെ പിടിച്ച് തള്ളുക ചെയ്തു എന്നുകൂടിയാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിഷേധമുണ്ട്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണോ? പുറത്തുള്ള പ്രതിഷേധക്കാർ എന്താണ് ആവശ്യപ്പെടുന്നത്? നിലവിൽ ഈ ബാങ്കിലെ ജീവനക്കാരെങ്കിലുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചോ? എന്താണ് സാബുവിന് ഇന്നലെ ബാങ്കിലെത്തിയപ്പോൾ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഡോക്ടർ അരുൺകുമാർ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ മോശമായ രീതിയിൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെയധികം അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹത്തിന്റെ തന്നെ കൈപ്പടയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ പൂർണ്ണമായും ഇപ്പോൾ BJP കോൺഗ്രസും പ്രതിഷേധത്തിൽ ഇറങ്ങുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ ബാങ്ക് മാനേജർക്കെതിരെ നടപടി ഉണ്ടാകണം, ബാങ്ക് മാനേജരെ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭരണസമിതിക്കെതിരെ വരെ കേസെടുക്കണമെന്ന ഒരു ആവശ്യം. അത് കഴിയാതെ അത്തരമൊരു നടപടിയിലേക്ക് പോകാതെ ഒരു കാരണവശാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല, മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ ആളുകളോട് നമുക്ക് ചോദിക്കാം, എന്താണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് നിങ്ങളുടെ ഒരു പ്രതിഷേധം ഏത് തരത്തിലാണ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കുറെ കാലഘട്ടം മാത്രമായുള്ളൂ CPM ഈ ഭരണത്തിൽ വന്നിട്ട്. ഇവിടെയുള്ള ആളുകളെ കൊള്ളയടിച്ചുകൊണ്ട്, നിരവധിയായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപയാണ് ഈ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികം ചോദിച്ചിരുന്ന ഇടപാടുകാരോട് വളരെ ധാർഷ്ട്യപരമായിട്ടാണ് ഈ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഈ CPM നേതാക്കന്മാർ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രിയപ്പെട്ട സാബു 35 ലക്ഷം രൂപയിലധികമാണ് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ചികിത്സയുടെ ആവശ്യമായി ഓപ്പറേഷൻ നിർവഹിക്കുന്നതിന് വേണ്ടി പൈസ ആവശ്യപ്പെട്ട് അവിടെ ചെന്നപ്പോൾ CPMന്റെ അറിവോടുകൂടി ഇവിടെയുള്ള ബാങ്ക് ജീവനക്കാരാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ഗതിയുമില്ലാതെ, പരഗതിയില്ലാതെ ഇവിടെ ആത്മഹത്യ കുറിപ്പെഴുതി വെച്ചുകൊണ്ട് ആർക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ബാങ്കിൽ തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇതിനെതിരെ ഈ കുറ്റക്കാർക്കെതിരെ, CPM നേതാക്കന്മാർക്കെതിരെ ബാങ്ക് പ്രസിഡന്റ് വർഗീസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാണ്. ഈ വർഗീസ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഈ സമരം പിൻവലിക്കത്തില്ല. ഈ നിലപാട് പോലീസ് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ മൃതദേഹം ഇവിടെ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. RDO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇതിന് ഉത്തരവാദികളായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്. ഡോക്ടർ അരുൺകുമാർ, അവർ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, RDO അടക്കമുള്ളവർ ഇവിടെ എത്തണം. അത് കഴിയാതെ പ്രതിഷേധത്തിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല, മൃതദേഹം കൊടുക്കില്ല. BJPയും സമാനമായ ഒരു നിലപാടിലാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ്. സാബുവിന്റെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാബുവിന്റെ അച്ഛനും അമ്മയും കിടപ്പ് രോഗികളാണ്. സാബുവിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ തൊടുപുഴയിൽ ചികിത്സയിലാണ്. തൊടുപുഴയിലെ ചികിത്സ കഴിഞ്ഞ് ഓപ്പറേഷൻ നടത്തി വലിയൊരു തുക അടക്കണം ബാങ്കിൽ. അവിടെ പൈസ ആശുപത്രിയിൽ അടക്കണം. അതിനുവേണ്ടി പൈസക്കാണ് ഇന്നലെ ഇവിടെ വന്നത്. അവിടെ വന്ന് പൈസ ചോദിച്ചപ്പോൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞ് അയാൾ തട്ടിക്കയറി പ്രശ്നം ഉണ്ടാക്കി. മനസ്സിലായോ? തങ്കച്ചൻ ഇയാളുടെ കാര്യത്തിൽ ഒരു 3-4 കാര്യത്തിൽ ഞങ്ങളുടെ വാർഡ് കൗൺസിലറാണ്, തങ്കച്ചൻ ഇടപെട്ടതാണ്. അയാളെ ഇന്നലെ തൊടുപുഴ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് ഭാര്യയെ പൈസ കൊടുക്കണ്ടേ? ഇന്ന് കൊണ്ടുവരേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇന്നലെ ഇവിടെ സ്ഥലത്ത് വന്നത്. ഈ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നോ വാർഡ് കൗൺസിലർ? ഈ ബാങ്കിൽ അദ്ദേഹം ഈ വാർഡിന്റെ അല്ല, ഞാൻ 23-ാം വാർഡിന്റെ കൗൺസിലറാണ്. വീടിരിക്കുന്നതായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള സാമ്പത്തിക രണ്ടു പ്രശ്നങ്ങൾ എന്നോട് വന്ന് പറയാൻ ഞാനത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ബാങ്കിൽ ഇങ്ങനെ പൈസ കിട്ടിയിട്ട് വേണം വൈഫിനെ തൊടുപുഴ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, ഇറക്കിക്കൊണ്ട് വരാനെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിയുന്നത്, ഇന്നലെ ഇവിടെ വരികയും അദ്ദേഹത്തെ ഇവര് അപമാനിക്കുകയും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിൽ മാനസിക വിഷമത്തിലാണ് അദ്ദേഹം ഈ ഒരു സ്ഥിതിയിലേക്ക്, മരണത്തിലേക്ക് അദ്ദേഹം പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. കിടപ്പ് രോഗികളാണ്, അച്ഛനും അമ്മയും കിടപ്പ് രോഗിയാണ്. ഭാര്യ ആശുപത്രി ഇറക്കണ്ടേ? എന്തെങ്കിലും സമാശ്വാസം പറയണ്ടേ? ഏതെങ്കിലും രൂപത്തിൽ പൈസ മറിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മനസ്സിലായോ? അത്ര മനുഷ്യത്വം ഇല്ലാത്ത പരിപാടിയാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത്. എന്നിട്ട് ഈ പ്രതിസന്ധിക്കിടയിലും ആളുകളെ നിയമിക്കുക. അതാ ഞാൻ പറഞ്ഞത്. സഹകരണ ബാങ്കിൽ ഇവിടുത്തെ ഞങ്ങള് വിവരാവകാശം വെച്ച് കത്തെടുത്തു, JR കത്ത് തന്നു, 2 ആളെ നിയമിച്ച്. അതിൽ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മോനെയാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഒരാളെ
വന്നവരെ CPM-ന്റെ മുഖത്തനെയാണ് ഇവിടെ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്. JR നിങ്ങൾക്ക് കത്ത് തന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇടുക്കിക്കാലിലെ സഹകരണ സംഘം, ടാക്സി സഹകരണ സംഘം. അവിടെ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. ഇതാണ് സ്ഥിതി. ഈ സഹകരണ കൊള്ള തുടർക്കഥയാകാണ്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ബോഡി ഇവിടുന്ന് അടുപ്പിക്കത്തുള്ളൂ. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ വരണം, RDO വരണം. അല്ലാതെ CI-യുടെ പരിപാടിയും പോലീസും CPM-ആയിട്ടുള്ള ഒത്തുകളി ഞങ്ങൾ അവസാനിപ്പിക്കും. അവിടെ നടക്കത്തില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിലാണ് ഒരു കടുത്ത നിലപാടെടുത്തുകൊണ്ടാണ് പ്രതിഷേധക്കാർ നിൽക്കുന്നത്. അതിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ബാങ്കിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ BJP കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അനധികൃതമായിട്ടുള്ള നിയമനങ്ങളടക്കം നടന്നിട്ടുണ്ട്, അതിന്റെ വിവരാവകാശ രേഖകൾ അവരുടെ കയ്യിലുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. അതിലുപരിയായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന തരത്തിലാണ് ആ കുടുംബത്തിന്റെ സാഹചര്യം എന്നാണ് വാർഡ് കൗൺസിലർ അടക്കം വ്യക്തമാക്കുന്നത്. സാമ്പത്തികപരമായ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് നേരിട്ട് നിന്ന സാഹചര്യത്തിൽ എന്തായിരുന്നാലും പക്ഷേ പ്രവർത്തകർ ആംബുലൻസ് എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിടണമെന്നാണ് പറയുന്നത്. ആംബുലൻസ് ഇവിടേക്ക് കയറ്റിയിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പ്രതിഷേധക്കാർ ശക്തമാക്കിയിരിക്കുകയാണ്. ആ മൃതദേഹം കൊണ്ടുവന്ന് ഒരുപക്ഷെ ഇൻക്വസ്റ്റ് നടപടികൾ ഏറെക്കുറെ അവസാനിക്കാറായ ഘട്ടത്തിൽ മൃതദേഹം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസ് കയറ്റാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. അതിപ്പോൾ പ്രവർത്തകർ BJP കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. ആംബുലൻസ് ഇവിടെ നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആംബുലൻസ് മൃതദേഹം കയറ്റിക്കൊണ്ടു പോകാൻ സമ്മതിക്കില്ല. ഇടുക്കി SP അതുപോലെ തന്നെ RDO അടക്കമുള്ള ആളുകൾ ഇവിടെ നേരിട്ടെത്തണം എന്നുള്ളതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് അവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് ഇടപെടുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കട്ടപ്പന റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിഷേധമുണ്ട്. ഇപ്പോഴും സൊസൈറ്റിക്കുള്ളിൽ സാബുവിന്റെ മൃതദേഹമുണ്ട്. മൃതദേഹം പുറത്തെടുത്ത് കൊണ്ടുപോകാൻ, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പുറത്തു കൊണ്ടുവരാൻ ആംബുലൻസ് കൊണ്ടുവന്നപ്പോൾ ആംബുലൻസ് ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ലേ പ്രതിഷേധക്കാർ? സന്ദീപ്. ഇല്ല ഡോക്ടർ അരുൺകുമാർ, ആംബുലൻസ് പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും ആംബുലൻസ് മാറ്റി അപ്പുറത്തേക്ക് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും ഇങ്ങോട്ട് ആംബുലൻസ് കയറ്റിയിട്ട് മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് വഴിമാറും എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ, അതായത് BJP കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുന്നോട്ട് വാഹനമെടുത്ത് മാറ്റിയിടാൻ പോലീസ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു വലിയ സംഘർഷത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പോകേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആംബുലൻസ് ഇപ്പോൾ ഇതിന് മുന്നിൽ നിന്ന്, ബാങ്കിന് മുന്നിൽ നിന്നും അപ്പുറത്തേക്ക് നീക്കി പാർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. പ്രതിഷേധം അവസാനിപ്പിക്കില്ല. ഒപ്പം തന്നെ പ്രതിഷേധക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രതിഷേധം അത്രമേൽ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായ ഒരു ധാരണ ഇല്ലെങ്കിൽ നിലപാട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാകുമെന്നതിൽ സംശയമില്ല. എന്തായിരുന്നാലും ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നടക്കം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതിൽ വ്യക്തമായി തന്നെ പറയുന്നു, ഈ തന്നെ അപമാനിച്ച് ഇറക്കി വിടുന്നു, ഒപ്പം തന്നെ പിടിച്ചു തള്ളി കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ ബാങ്ക് സെക്രട്ടറിക്കെതിരെയും ഗുരുതരമായ ആരോപണം അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ കുടുംബം അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവായിരുന്നു നമുക്ക് വാർഡ് സന്ദീപ് രാജാക്കാടാണ് കട്ടപ്പനയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.